അടുത്തത് നമ്മൾ മിശ്ര ഭാഷാവാദത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഭാഷോൽപത്തിയെ പറ്റിയുള്ള സിദ്ധാന്തങ്ങളിൽ അടുത്തത് മിശ്ര ഭാഷാവാദമാണ്. സംസ്കൃതം, തമിഴ് എന്നീ രണ്ട് ഭാഷകളുടെ ചേർച്ചയിൽ നിന്നും മലയാളം ഉണ്ടായി എന്ന വാദമാണ് മിശ്ര ഭാഷാവാദം. ഇളംകുളത്തിന്റെ വാദങ്ങൾ നമുക്ക് നോക്കാം. പ്രാചീന മലയാള ഭാഷയെ ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ പരിശോധിക്കാൻ ആദ്യമായി ശ്രമിച്ച പണ്ഡിതനാണ് ഇളംകുളം. പ്രൊഫസർ ഇളംകുളത്തിന്റെ അഭിപ്രായത്തിൽ മലനാട്ട് തമിഴിനെ മലയാളമാക്കിയത് സംസ്കൃതത്തിന്റെയും പ്രാകൃതത്തിന്റെയും പ്രേരണയാണ്. ചരിത്രപരമായി പറഞ്ഞാൽ ആര്യന്മാരുടെ ആഗമനവും ആധിപത്യവുമാണ് മലയാളത്തിന്റെ ആവിർഭാവത്തിന് കാരണം. ഈ സിദ്ധാന്തത്തിന്റെ വിശദീകരണവും സ്ഥാപനവുമാണ് കേരള ഭാഷയുടെ വികാസ പരിണാമങ്ങൾ എന്ന ഗ്രന്ഥം. ഇവിടെ ഭാഷ എന്നാൽ തമിഴ്, കേരളത്തിലെ സാമാന്യ ഭാഷ എന്നർത്ഥം. അതും സംസ്കൃതവും ഒരു ഭാഷയെന്ന നിലയിൽ ഇഷ്ടം പോലെ ഇടകലർത്തി പ്രയോഗിക്കുന്നത് ഭാഷാമിശ്രം. സംസ്കൃത വിഭക്ത്യന്തങ്ങൾ അതിൽ ധാരാളമുണ്ട്. സംസ്കൃതീകൃത ഭാഷാപ്രയോഗങ്ങൾ നിറയെ കാണും. നിയമരാഹിത്യമാണ് ഭാഷാമിശ്രത്തിന്റെ നിയമം. കൃത്രിമത്വമാണ് അതിന്റെ സ്വഭാവം എന്നിങ്ങനെ ഭാഷാമിശ്രത്തെ ഇളംകുളം വ്യക്തമാക്കുന്നു. ഭാഷാപരമായ ഈ പ്രത്യേകതകളെ സ്ഥാപിക്കാൻ ചരിത്രപരമായ വസ്തുതകളും ഇളംകുളം മുന്നോട്ട് വയ്ക്കുന്നു. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ കൊല്ലവർഷാരംഭത്തിനു മുമ്പ് ബ്രാഹ്മണർ കേരളത്തിൽ കുടിയേറി പാർത്തിരുന്നു. അന്ന് മുതൽ അവർക്ക് ലഭിച്ച പ്രാമാണ്യവും 11ാം ശതകത്തിനു ശേഷം ലഭിച്ച രാഷ്ട്രീയ പ്രാബല്യവും ആണ് മലനാട്ട് തമിഴ് ഒരു പ്രത്യേക ഭാഷയായി മാറാൻ കാരണമായത്. മണിപ്രവാളത്തിൽ എന്ന പോലെ ഭാഷാ സംസ്കൃത പദങ്ങളുടെ ഹൃദ്യമായ യോഗം ഭാഷാമിശ്രത്തിൽ നിർബന്ധമില്ല. ആര്യന്മാർ മാതൃഭാഷയായ സംസ്കൃതവും തദ്ദേശീയരുടെ വാമൊഴിയായ തമിഴും ഇടകലർത്തി രൂപപ്പെടുത്തിയ മിശ്രഭാഷയെ ഭാഷാമിശ്രമെന്നും വിശേഷിപ്പിക്കുന്നു. ആദ്യകാല ശാസനങ്ങൾ, മണിപ്രവാള കൃതികൾ, കൂടിയാട്ടം ഇവയിലെല്ലാം മിശ്രഭാഷയുടെ അംശങ്ങൾ കാണാവുന്നതാണെന്ന് ഇളംകുളം അഭിപ്രായപ്പെടുന്നു. ഇളംകുളത്തിന്റെ മിശ്രഭാഷാ സിദ്ധാന്തത്തെ ഏറെക്കുറെ അനുകൂലിക്കുന്നവരുമുണ്ട്. കൈരളിയുടെ കഥയിൽ പ്രൊഫസർ എൻ കൃഷ്ണപിള്ള ഇപ്രകാരം അഭിപ്രായപ്പെടുന്നു: നമ്പൂതിരിമാർ കേരളത്തിലെ തമിഴിനെ തങ്ങളുടെ ആവശ്യം പ്രതി ദുഷിപ്പിച്ചതിന്റെ ഫലമായിട്ടുണ്ടായ രൂപാന്തരങ്ങളാണ് ഒരു പുതിയ ഭാഷയ്ക്ക് കളമൊരുക്കിയത്. സ്വന്തം നാട്ടുവഴക്കങ്ങളോട് കൂടിയ കേരള തമിഴ് 700-ാം ആണ്ടിനു ശേഷമുള്ള 500 വർഷത്തിനകം ആര്യഭാഷകളുടെ പ്രബല സമ്മർദ്ദം നിമിത്തം മറ്റൊരു ഭാഷയായി ഉരുത്തിരിഞ്ഞതോടൊപ്പം ഒരു മിശ്ര ഭാഷയായി തീരുകയും ചെയ്തു മലയാളമായി. ഭാഷാശാസ്ത്ര സിദ്ധാന്തങ്ങൾക്ക് വിരുദ്ധമായ അഭിപ്രായമായി ഭാഷാമിശ്രവാദത്തെ പണ്ഡിതന്മാർ കണക്കാക്കുന്നു. മണിപ്രവാള മലയാളത്തിലെ സംസ്കൃത ബാഹുല്യം കണ്ടു ഭ്രമിച്ച് പ്രാമാണികന്മാരായ ഗ്രന്ഥകാരന്മാർ പോലും സംസ്കൃതത്തിൽ ദ്രാവിഡം കലർന്നുണ്ടായ ഭാഷയാണ് മലയാളം എന്ന് ശങ്കിക്കുകയുണ്ടായിട്ടുണ്ടെന്ന് AR രാജരാജവർമ്മ കേരള പാണിനീയം പീഠികയിൽ രേഖപ്പെടുത്തുന്നു. രണ്ട് ഭാഷകളുടെ ചേർച്ചയിൽ മൂന്നാമതൊരു ഭാഷ ആവിർഭവിക്കയില്ലെന്നാണ് മാക്സ് മുള്ളർ തുടങ്ങിയ ഭാഷാശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം. രണ്ടു ഭാഷകളുടെ സമ്പർക്കം മൂലം അന്യോന്യം പദസമ്പത്ത് കൈമാറുകയും രണ്ടും പുഷ്ടിപ്പെടുക എന്നുള്ളതും സർവ്വസാധാരണമാണ്. പക്ഷെ അതുമൂലം രണ്ടു ഭാഷകളുടെയും വ്യാകരണം ഇടകലർന്ന് മൂന്നാമതൊരു ഭാഷ ഉണ്ടാവുക എന്നത് ചരിത്രമോ ഭാഷാശാസ്ത്രമോ അംഗീകരിക്കുന്ന ഒരു സിദ്ധാന്തമല്ല എന്ന് ഇക്കാര്യത്തെ കുറിച്ച് ഡോക്ടർ KM ജോർജും വിമർശിക്കുന്നു. മണിപ്രവാള കൃതികൾ ഉൾപ്പെട്ട സാഹിതി വിഭാഗത്തിൽ അല്ലാതെ സാമാന്യ വ്യവഹാരത്തിൽ മിശ്രഭാഷ നിലനിന്നിരുന്നില്ല. ഇതോടുകൂടി വാദത്തിന്റെ ചർച്ച അവസാനിച്ചിരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ ചർച്ച ചെയ്യുന്നത് മൂലദ്രാവിഡ ഭാഷാവാദമാണ്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ. താങ്ക് യു വെരി മച്ച്.